നമസ്തേ. തിന്മകളിൽ നിന്ന് തിരിഞ്ഞു നോക്കാതെ ഓടാനുള്ളതാണ് നോമ്പിന്റെ പ്രഭാതം. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തിയെന്നാണ് തിരുവെഴുത്ത്. അവൻ യാത്ര തുടങ്ങാൻ താമസിച്ചപ്പോൾ ദൈവപുരുഷന്മാർ അവന്റെ കൈ പിടിച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയി ആക്കിയത്രേ. അധികാലത്ത് തന്നെ ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള വിചാരം തുടങ്ങണം. ഈ ദിനം എങ്ങനെ വിശുദ്ധമായി സൂക്ഷിക്കാമെന്ന് തന്നെ. വായ്ക്ക് ഒരു കാവൽക്കാരനെയും വിചാരങ്ങൾക്ക് ലക്ഷ്മണരേഖകളും നൽകാം. പെരുമാറ്റങ്ങൾക്ക് വ്യക്തതയുണ്ടാവണം. തിരിഞ്ഞു നോക്കാനുള്ള പ്രേരണ ശക്തമായിട്ടുണ്ട്. ഇന്നലകളിലെ സുഖാനുഭവങ്ങളുടെ ഓർമ്മകൾ വാസനകളായി തീരുകയും അത്തരം വാസനകൾ നമ്മെ പിന്നോക്കം വലിക്കുകയും ചെയ്യും. ശരിക്കും ഇതൊരു ഓട്ടം തന്നെയാണ്, തിരിഞ്ഞു നോക്കാതെയുള്ള ഓട്ടം. അപ്പസ്തോലന്മാർ പറയുന്നത് ശ്രദ്ധിക്കുക. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. തിമോഥെയോസിനോടാണ് പറയുന്നത്. യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കണമെന്നും തിമോഥെയോസിനെ പ്രബോധിപ്പിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ കത്തിൽ ഇങ്ങനെ പറയും: സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. പത്രോസാകട്ടെ ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങിപ്പോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തിരിഞ്ഞു നോക്കാതെ വിശുദ്ധിയിലേക്ക് ഓടാനുള്ളതാണ് നോമ്പിന്റെ പ്രഭാതങ്ങൾ. ദൈവമേ, പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചപ്പോൾ ലോത്ത് സോദോമിൽ നിന്ന് പുറപ്പെടുകയും അഗ്നിയിൽ നിന്നും ഗന്ധകത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ദഹിപ്പിക്കുന്ന നിന്ദ്യമായ മോഹാഗ്നിയിൽ നിന്ന് ഞങ്ങളും രക്ഷപ്പെടണമേ. ആമേൻ. ആദരവോടെ സഖേർ.